ഹലോ ഗൈസ്, ഇന്ന് ഇത്താത്തന്നെ നോമ്പറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, മുടിയൊക്കെ ചിരി മേക്കപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഐബ്രോ പെൻസിൽ ചിരിക്കുക. പിന്നെ സമൂസ ഉണ്ട് ഫസ്റ്റ്. ഇന്ന് നേരത്തെ പണിയൊക്കെ തുടങ്ങി കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണമല്ലോ, നോമ്പറല്ലേ. എന്താ വെച്ചാൽ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും എന്നെ. ഞാൻ വെറുതെ ഇങ്ങനെ അതിൽ കയറി കളിക്കാല്ലാണ്ട് പിന്നെന്താ റീൽച്ച പിന്നെ പണി എന്ന് വെച്ചാൽ പറയണ്ട, എല്ലാ പണിയും എടുക്കട്ടോ. നല്ല കുട്ടിയാണ് ഞാനും. എന്നെ പിന്നെ പ്രത്യേകിച്ച് വേണ്ട. എല്ലാവരും പറയാം സമൂസ മാത്രമാണ്. സമൂസ ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങളെല്ലാം ഫുൾ വീഡിയോ കാണാം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പ്രിൻസ് ചെറിയുണ്ടോ ഇതാണ്. പിന്നെ ഇതെന്താ വെച്ചാൽ എല്ലാവരും ആയിരിക്കും എനിക്ക് പണിയെന്നറിയില്ല. ഇതാണ് സംഭവം. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കട്ട്ലേറ്റ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തല്ലോ, നന്നായിട്ടുണ്ടാക്കും. പിന്നെ ഉമ്മ സമൂസ ഒരിക്കണം. ഉമ്മയ്ക്ക് എന്തൊക്കെ സ്പെഷ്യലായിട്ട് വെക്കണോ ഞാൻ പറഞ്ഞാൽ പിന്നെ വെക്കാണ്ട്. പിന്നെ പാത്രം കുറേ ഇതാക്കി. പിന്നെ എന്താ ഇത്താത്ത അതുപോലെ വന്നിട്ടുണ്ടെങ്കിലും നേരത്തെ തന്നെ ഇത്താത്ത വന്നിട്ടോ. താത്തന്നെ ഇളച്ചൊക്കെ വരാണ്ടായതുകൊണ്ട് നേരത്തെ വന്ന് താത്തൻ്റെ വർക്ക് തുടങ്ങി. ഏത് നോമ്പർക്കുള്ള ആളാണെങ്കിലും ഇവിടെ പണിയെടുക്കേണ്ട ആർക്ക് തിന്നാൻ കൊടുക്കില്ല, അത് വേറെ കാര്യം. ഓൾ കണ്ടി എന്താ ചെയ്യുക, പാവം എല്ലാ പണിയും ഓളെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. പിന്നെന്താ താത്തനെ കുട്ടിയിൽ കേട്ടോ. ഓളെ വെച്ചാൽ നല്ല തമാശ ഉണ്ടോ. ഓളെ കൂടെ കുറേ നേരം കളിച്ച്. പിന്നെ റിൻഷ ഇതാ കട്ട്ലേറ്റ് ഉണ്ടാക്കണം. എന്താ ചെയ്യുക, ഞാൻ ചോദിച്ചതാണ് എനിക്ക് കൂടണു. അപ്പോൾ ഓൾ പറഞ്ഞു ഞാനില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഓളെൻ്റെ അയവ് തന്നിട്ട് പിന്നെ ഞാൻ തന്നെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും എനിക്ക് സമൂസ മാത്രം ഉണ്ടാക്കാൻ അറിയുന്നല്ലേ. കണ്ടോ കേട്ടോ, കട്ട്ലേറ്റ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കണ്ടോ. പിന്നെ ബിരിയാണീൻ്റെ റെഡിയാക്കണം. അതുപോലെ തന്നെ മുട്ട കേക്ക് ഉണ്ടാക്കി. പിന്നെ അതുപോലെ താത്ത നല്ല സന്തോഷത്തിലാണ്. എന്ത് കണ്ടിട്ടാണ് ഓൾ സന്തോഷിക്കുന്നത്. പിന്നെ അരി ഇടാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ സെറ്റായി. പിന്നെ ഇറച്ചി കഴിക്കാൻ ആരുമില്ല. എനിക്കാണെങ്കിൽ ഇറച്ചി കഴിക്കാനും അറിയില്ല, അത് വേറെ കാര്യം. പിന്നെന്താ അമ്മായിനോട് പറഞ്ഞത് കൈക്ക് നല്ല വൃത്തിയാക്കി വെക്കുന്നത്, അല്ലാണ്ട് വേറെ പണിയില്ല. പിന്നെ കഞ്ഞി കൊടുക്കലാണ് കേട്ടോ. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. പിന്നെ ഉള്ളത് സ്പെഷ്യലായിട്ട് മുന്തിരി ജ്യൂസാണ് കേട്ടോ. മുന്തിരി ജ്യൂസിൽ പിന്നെ അതിന് കുട്ടികളെ ഒരുപാട് പേരെ കളിപ്പിച്ച് കഴിഞ്ഞ് പാത്രമാണെങ്കിലും ഇപ്പോൾ കസ്തിയാണ് കുട്ടികളൊക്കെ അടുക്കുന്നത്. പിന്നെ ഞാൻ മെയിൻ രീതിയിലാണ്. പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയനോട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ 2 ഫോണോ കിട്ടി. പിന്നെ എന്താ ഇത്താത്ത വത്തക്കരയാണ്. വത്തക്കിൻ്റെ തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്. മെയിൻ്റെ ആണെങ്കിൽ കേട്ടോ. കാര്യം പറയുകയാണെങ്കിൽ വീഡിയോയിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അഭിനയമുണ്ട്. പിന്നെ ബ്രെഡ് പൊരിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം, എന്നാലേ നന്നാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഏകദേശം എനിക്ക് ഉണ്ടാക്കാൻ അറിയാതെ. പിന്നെ അളിയൻ വന്നിട്ട് പോകും. അളിയനെ പോയി വീഡിയോ എടുത്ത് അളിയക്ക് എന്താ സംഭവം, ഞാൻ അവിടെ ഒന്നുമില്ല അവിടെ നിന്ന് പറയും. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഫോൺ അവിടെ വെച്ച് നേരെ ഫ്രൂട്ട്സും കാര്യങ്ങളും അറിയാൻ നോക്കി. വീഡിയോയിലാണെങ്കിൽ കുറച്ച് അന്തസ്സൊക്കെ വേണ്ട എടുക്കണതിന്, അപ്പോൾ അതിനനുസരിച്ച് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കേക്ക് മുറിക്കണം. കേക്കും അതുപോലെ എല്ലാ കടികളൊക്കെ സെറ്റാക്കണമല്ലോ, അപ്പോൾ അതിനുള്ള സെറ്റാക്കണ പരിപാടിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടോ അങ്ങനെ ഫുള്ള് സെറ്റാക്കി റെഡിയാക്കി നിൽക്കുകയാണ്. പിന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവസാനം പയം ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പയം പൊരിയോ എന്തൊക്കെ പറയുന്നുണ്ട്, നിറവോ എന്തൊക്കെ കണ്ടോ, എനിക്ക് പിന്നെ പേരറിയില്ല. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗം. ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല വൃത്തിയിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത്രയേ ഉള്ളൂ നോമ്പുറക്കലിൽ. അപ്പോൾ താത്തൻ്റെ ഇളച്ചി വന്നപ്പോൾ ആ കുട്ടിയുടെ നല്ല കളി. ഇളച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ ഫ്രണ്ടിനെ ഇളച്ചിന്ന് പറഞ്ഞ് ഇളച്ചിയായി. അവൾ വീഡിയോയിലൊക്കെ അവൾ നിന്ന് തരുമ്പോൾ പിന്നെ നല്ല കണ്ടോ ഇതാണ്. പിന്നെ അവൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവളെ കുട്ടി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല സോ ബേബി. കഴിഞ്ഞ് ഫുഡൊക്കെ ഞാൻ വെള്ളം കുടിച്ചിട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ഇത് കിട്ടില്ല. അടുക്കളയിൽ പോയിട്ടെങ്കിലും പോയി വെള്ളം കുടിക്കട്ടെ വെച്ചാൽ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ച് അവിടെ നിന്ന് നോമ്പുറന്ന് റെഡിയാക്കി. തിന്നലൊക്കെ കണ്ടങ്ങൾ വിചാരിക്കും ഫുള്ളായിട്ട് തിന്നേക്കും. ഞാൻ അധികം തിന്നലൊന്നുമില്ല, കണ്ടായിരിക്കും തിന്നാണെന്ന് കേട്ടോ. ഒരിക്കലും അങ്ങനെ വിചാരിക്കും. പിന്നെ അതാണ് കേട്ടോ നോമ്പുറക്കുന്ന ആൾക്കാർക്ക് അവിടെ കസാല ചെയ്യാത്തോടെ നേരെ അടുക്കളയ്ക്ക് വന്നു. പിന്നെ ഓരോ വെറുപ്പിക്കണല്ലോ. പിന്നെ ബീഫിൻ്റെ ഇതാണ് കേട്ടോ. ഞാനെല്ലാം ഉണ്ടാക്കി, എന്തായാലും എനിക്ക് ഉണ്ടാക്കാറില്ല. അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. പിന്നെ ചിക്കൻ പൊരിച്ച ബിരിയാണിക്ക് പിന്നെ ഇതാണ്. പിന്നെ ഒരു പോയപ്പോൾ പിന്നെ കക്കിരിക്കുന്നതൊക്കെ വലിച്ചു വരി തിന്നാൻ നോക്കി. അത് ഒരു പോയതല്ല നിസ്കരിക്കാൻ. പിന്നെ തിന്നണ പരിപാടി തുടങ്ങി. അത് വേറെ ശരി. എല്ലാവരും എന്നെ നോക്കുകയാണ്, ഇത്ര തോന്നെ തിന്നോ സംഭവം നോക്കണ്ട കേട്ടോ. ഞാൻ ഓരോന്നോരോന്നാണ് തിന്നത്. എൻ്റെ തിന്നലുണ്ടായിരിക്കും ഫുള്ളായിട്ട് ഇപ്പോൾ തിന്നേക്കും. എൻ്റെ കളി കണ്ടിട്ടാണ് എല്ലാവരും നെട്ടിപ്പോയി. പക്ഷെ എന്നെപ്പോലില്ല, നല്ല തിന്നിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ബാക്കി. അപ്പോൾ ബൈ.